ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഇൻ്റർപ്രട്ടേഷൻ ഓഫ് NMR സ്പെക്ട്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡാറ്റയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. സോ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് NMRൻ്റെ ഡാറ്റയിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം അവിടെ ഒരു NMR സ്പെക്ട്ര കിട്ടുമ്പോൾ നമുക്ക് അവിടെ ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം വരേണ്ട കാര്യമാണ് അവിടുത്തെ നമ്പർ ഓഫ് ഇക്വലൻറ്റ് പ്രോട്ടോൺസ്. സോ നമുക്കൊരു സ്ട്രക്ചർ കിട്ടിയിട്ട് അതിൻ്റെ NMR ഡാറ്റയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. സോ അതിൽ ആ സ്ട്രക്ചറിൽ എത്ര ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സോ എത്ര ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും നമുക്ക് പീക്കുകൾ നമ്മുടെ NMR ഡാറ്റയിൽ അല്ലെങ്കിൽ ഗ്രാഫിൽ കിട്ടും. സോ അതിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അവിടെ വരാൻ പോകുന്ന കപ്ലിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. അതായത് സ്പിൻ കപ്ലിങ് അവിടെ പോസിബിളാണ് ഓരോ ഓർഗാനിക് മോളിക്യൂളും. സോ അവിടെ ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ തരം സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ കപ്ലിങ് പോസിബിൾ ആണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. പിന്നെയാണ് അവിടുത്തെ ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഈ ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും നമ്മളുടെ ഓരോ പീക്കിൻ്റെയും പൊസിഷൻ എവിടെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. സോ നമുക്ക് ഇനി എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് ഡാറ്റയിൽ നിന്ന് എങ്ങനെ ഡീകോഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം പ്രൊപ്പൈൻ്റെ NMR സ്പെക്ട്ര എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സോ ഇവിടെ പ്രൊപ്പൈൻ്റെ സ്ട്രക്ചറും NMR ഡാറ്റയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് പ്രൊപ്പൈൻ്റെ ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഈ പ്രൊപ്പൈനിൽ നോക്കൂ, ഇവിടെ CH3, CH2, CH3 ഇങ്ങനെ 3 കാർബണല്ലേ ഉള്ളത്. ഇതിൽ തന്നെ നമ്മൾ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമിലർ കെമിക്കൽ എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോട്ടോൺസിനെയാണ് നമ്മൾ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ CH3 മോളിക്യൂളും ഈ CH3 ഗ്രൂപ്പും അല്ലെങ്കിൽ ഈ രണ്ട് CH3 ഗ്രൂപ്പുകൾ സിമിലർ ആയിട്ടുള്ള കെമിക്കൽ എൻവയോൺമെൻറ്റിലാണുള്ളത്. രണ്ടും ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്, ഈ CH2 കാർബണായിട്ടാണ്. സോ ഇവിടെയുള്ള 6 പ്രോട്ടോൺസും ഇല്ലേ, സോ ഈ 6 പ്രോട്ടോൺസും ഇക്വലൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ 3 പ്രോട്ടോൺസ് ഉണ്ട്, ഇവിടെയും 3 പ്രോട്ടോൺ ഉണ്ട്. ടോട്ടൽ 6 പ്രോട്ടോൺസ് സിമിലർ ആയിട്ടുള്ള കെമിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ഇവർ ഈ 6 പ്രോട്ടോൺസ് ഒരു പീക്കാണ് തരിക. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു പ്രോട്ടോൺ ഏതാണ്, ഇവിടെയുള്ള ഈ പ്രോട്ടോണാണ് CH2 പ്രോട്ടോൺ. സോ ആ CH2 പ്രോട്ടോണിൽ 2 ഹൈഡ്രജൻസ് ഉണ്ട് അല്ലെങ്കിൽ 2 പ്രോട്ടോൺസ് ഉണ്ട്. അവരും കൂടിയിട്ട് രണ്ടും സിമിലർ കെമിക്കൽ എൻവയോൺമെൻറ്റിലായതുകൊണ്ട് ആ 2 പ്രോട്ടോൺസും ഒരു സിഗ്നൽ തരും. സോ നമുക്ക് ഇക്വലൻറ്റ് പ്രോട്ടോൺസ് വെച്ചിട്ട് ഇവിടെ 2 സിഗ്നൽസ് മാത്രമേ നമ്മുടെ NMR ഡാറ്റയിൽ വരാൻ പാടുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡാറ്റയിലും ഉള്ളത്. ഇനി നോക്കൂ, ഇവിടെ 2 സിഗ്നൽ ഉണ്ട്, പക്ഷേ അവർ നോക്കൂ സ്പ്ലിറ്റിംഗ് വ്യത്യാസമുണ്ട്. സോ ആ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ CH2 ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് ഏതാണ്, CH3 ഗ്രൂപ്പാണുള്ളത്. സോ അവിടെ കപ്ലിംഗ് നടക്കുമല്ലോ. ഈ CH2 CH3 ആയിട്ടും CH3 CH2 ആയിട്ടും കപ്പിൾ ചെയ്യും. സോ അവിടെ ഇക്വലൻറ്റ് പ്രോട്ടോൺസിൻ്റെ നമ്പറിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അവിടുത്തെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ വരിക. സോ നമ്മളുടെ സ്പ്ലിറ്റിങ്ങിൽ വരുന്നത് N+1 റൂൾ നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ N+1 റൂൾ എന്ന് പറയും ഇക്വലൻറ്റ് പ്രോട്ടോണിന് +1 ആയിട്ട് നമ്മളുടെ സിഗ്നൽസ് സ്പ്ലിറ്റിംഗ് നടക്കും. സോ ഇവിടെ CH3 ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും, ഇവിടെ തൊട്ടടുത്ത് എത്രയാണുള്ളത്, 2 ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ആണ്. സോ 2+1 എന്നുള്ള രീതിയിൽ 3 സിഗ്നൽസ് ആയിട്ടായിരിക്കും നമ്മുടെ CH3 ഗ്രൂപ്പ് സ്പ്ലിറ്റിംഗ് നടത്തുക. സോ ഇവിടെ CH3 ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് നോക്കുവാണെങ്കിൽ, സോ ഇവിടെയാണ് നമ്മളെ CH3 ഗ്രൂപ്പിൻ്റെത് വരിക. CH3 ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിംഗ് അവിടെയാണ്. സോ അത് 3 സിഗ്നലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന് നമ്മളെന്ത് പറയും, ട്രിപ്ലറ്റ് എന്ന് പറയും. സോ നമുക്ക് CH3 ഗ്രൂപ്പിന് ട്രിപ്ലറ്റാണ് കിട്ടുക നമ്മളുടെ ഈ പ്രൊപ്പൈൻ്റെ NMR സ്പെക്ട്രയിൽ. അതുപോലെ തന്നെ CH3 ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് CH2 ഗ്രൂപ്പ് എങ്ങനെയായിട്ട് മാറും, ഇവിടെ CH2 ഗ്രൂപ്പിന് നോക്കുവാണെങ്കിൽ 3 ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ട്. 3+1 എന്നുള്ള രീതിയിൽ 4 സിഗ്നലായിട്ട് ഇൻഡിവിജ്വൽ CH2ൻ്റെ സിഗ്നൽ സ്പ്ലിറ്റ് ആവും. സോ അതാണ് ഇവിടെ നമുക്ക് കാണാവുന്ന 4 സിഗ്നലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മളെന്താണ്, ഇത് കറസ്പോണ്ട് ചെയ്യുന്നത് CH2 ഗ്രൂപ്പിൻ്റെയാണ്. സോ 4 സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയും, ക്വാഡ്രറ്റ് എന്ന് പറയും. സോ ഇവിടെ നമ്മളുടെ പ്രൊപ്പൈൻ മോളിക്യൂളിൽ 2 സിഗ്നലാണ് വരിക. അതിൽ CH3ക്ക്
ട്രിപ്ലറ്റ് സിഗ്നലും അതുപോലെ CH2 ഗ്രൂപ്പിന് എന്താണ് ക്വാഡ്രറ്റ് സിഗ്നലും വരും. അതുപോലെ നമ്മുടെ NMR ഡാറ്റയിൽ പീക്കുകളുടെ പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ പ്രോട്ടോൺ ഡീഷീൽഡഡ് ആണോ ഷീൽഡഡ് ആണോ എന്നതിനനുസരിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ മോളിക്യൂളിൻ്റെ സ്പെക്ട്ര ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, നമ്മളുടെ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിൽ എത്ര ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കപ്ലിംഗ് പാറ്റേണും. അതുപോലെ ഇനി ഇതിൻ്റെ പൊസിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കെമിക്കൽ ഷിഫ്റ്റും ഓരോ ഗ്രൂപ്പ് തരുന്ന കെമിക്കൽ ഷിഫ്റ്റും ഏത് ഗ്രൂപ്പാണ് അതിന് കറസ്പോണ്ടിങ് ആവുന്നതിന് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് നമ്മുടെ മോളിക്യൂളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു മോളിക്യൂൾ നോക്കാം. അടുത്ത മോളിക്യൂളിൽ ക്ലോറോ ഈതെയിൻ ആണ്. സോ ക്ലോറോ ഈതെയിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്, ക്ലോറോ ഈതെയിൻ. സോ ക്ലോറോ ഈതെയിൻ എന്ന് പറയുന്നത് 2 കാർബണുള്ള ഓർഗാനിക് മോളിക്യൂളാണ്. സോ അതിൽ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് എവിടെയൊക്കെ ആയിരിക്കും? സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ CH3 ഗ്രൂപ്പിലെ ഈ CH3 ഗ്രൂപ്പിലുള്ള 3 ഹൈഡ്രജൻസും ഇക്വലൻ്റ് ആണ്. സോ ഇവിടെ 3 ഹൈഡ്രജൻസ് ഇക്വലൻ്റ് ആണ്. അതുപോലെ ഇവിടെ 2 ഹൈഡ്രജൻസ് ഇല്ലേ, ഈ പൊസിഷനിൽ 2 ഹൈഡ്രജൻസ് ഉണ്ട്. ആ 2 ഹൈഡ്രജൻസും ഇക്വലൻ്റ് ആണ്. സോ നമുക്കിവിടെ ഈ മോളിക്യൂളിലും 2 സിഗ്നലേ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി ഇവിടുത്തെ കപ്ലിംഗ് നോക്കാം. ഈ കപ്ലിംഗ് നോക്കുവാണെങ്കിൽ ഈ CH3 ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള CH2 ഗ്രൂപ്പ് അല്ലേ. സോ CH3 ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് CH2 ഗ്രൂപ്പിൻ്റെ സിഗ്നൽസ് എന്തായിരിക്കും, 4 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് 3+1 എന്നുള്ള രീതിയിൽ 4 ആയിട്ട് സിഗ്നൽ സ്പ്ലിറ്റ് ആവും. സോ അതുപോലെ തന്നെ നമ്മളുടെ CH3 ഗ്രൂപ്പിൻ്റെ സിഗ്നലില്ലേ, ഈ CH2 ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്താണ് 3 ആയിട്ട് സ്പ്ലിറ്റ് ആവും. സോ അങ്ങനെയാണ് ഇവിടുത്തെ 2 സിഗ്നലും സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ 3 ആയിട്ടല്ലേ ഈ സിഗ്നൽ സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. സോ അതിനെന്താണ് CH3 ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണിത്. ഇതിനെ നമ്മൾ എന്ത് പറയും, ട്രിപ്ലറ്റ് സിഗ്നൽ എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ 4 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതെന്താണ് നമ്മളുടെ CH2 ഗ്രൂപ്പാണ്. സോ എന്താണ് ക്വാഡ്രറ്റ് ആണ്, 4 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ മോളിക്യൂളിൽ തന്നെ 2 ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കും 2 സിഗ്നലേ NMR സ്പെക്ട്രയിൽ ഉണ്ടാവുള്ളൂ. സോ സിഗ്നൽ സ്പ്ലിറ്റ് ആയതും നമ്മുടെ N+1 റൂളിൻ്റെ ബേസിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത മോളിക്യൂൾ നോക്കാം. അടുത്ത മോളിക്യൂൾ വരുന്നത് ഡൈക്ലോറോ പ്രൊപ്പൈൻ ആണ്. സോ ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആണുള്ളത്. സോ ഇതിൽ ഇവിടുത്തെ NMRൽ നമുക്ക് ഇക്വലൻറ്റ് പ്രോട്ടോൺസ് അല്ലേ നമുക്ക് സിഗ്നലായിട്ട് തരിക. സോ ഇവിടെ എത്ര ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ട് നോക്കാം, എത്ര ഡിഫറെൻറ്റ് ഇക്വലൻറ്റ് പ്രോട്ടോൺസ്. സോ ഇവിടെ ഈ 3 ഹൈഡ്രജനിലെ CH3 ഗ്രൂപ്പിലുള്ള 3 ഹൈഡ്രജനും ഈക്വലൻ്റ് അല്ലേ. സോ അവിടെ എന്താണ് ആ 3 ഹൈഡ്രജൻസ് കൂടിയിട്ട് ഒരു സിഗ്നൽ തരും. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ CH2 ഗ്രൂപ്പിൽ 2 ഹൈഡ്രജൻസ് ഉണ്ട്. ആ 2 ഹൈഡ്രജൻസ് ഈക്വലൻ്റ് ആണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പൊസിഷനിൽ ഒരു ഹൈഡ്രജനും ഇല്ലേ. സോ നമുക്ക് ടോട്ടലി ഇവിടെ 3 ഡിഫറെൻറ്റ് ഹൈഡ്രജൻസ് ഉണ്ട്. അതിൽ 3 സിഗ്നൽസ് പോസിബിളാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി കപ്ലിംഗ് അല്ലേ ഇനി അടുത്ത് നോക്കാനുള്ളത്. കപ്ലിംഗ് നോക്കുകയാണെങ്കിൽ CH3 ഗ്രൂപ്പിൻ്റെ സിഗ്നലില്ലേ, CH3 ഗ്രൂപ്പിൻ്റെ സിഗ്നൽ എങ്ങനെയായിട്ടായിരിക്കും സ്പ്ലിറ്റ് വരാം? CH3 ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് ഏതാണ്, CH2 ഗ്രൂപ്പാണ്. സോ 2+1 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ട്രിപ്ലറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ CH2 ഗ്രൂപ്പിന് തൊട്ടടുത്ത് എന്താണ്, ഇവിടെ CH3 ഗ്രൂപ്പും ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്. സോ രണ്ടിനും കപ്ലിംഗ് വരും. സോ അവിടെ 2 രീതിയിൽ കപ്ലിംഗ് നടത്തിയിട്ട് ഒരു മൾട്ടിപ്ലറ്റ് ആണ് അവിടെ CH2ന് കിട്ടും. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിലോ ഈ ഹൈഡ്രജൻ്റെ തൊട്ടടുത്തുള്ള ഏതാണ്, ഈ 2 ഹൈഡ്രജൻസ് ആണ്. സോ ആ 2 ഹൈഡ്രജൻസ് +1 എന്നുള്ള രീതിയിൽ ട്രിപ്ലറ്റ് ആയിട്ടാണ് നമുക്ക് സിഗ്നൽ തരാം. സോ ടോട്ടൽ നമുക്ക് 3 സിഗ്നൽ ഉണ്ടായിരിക്കും. അതിൽ CH3 ഗ്രൂപ്പിന് നമുക്ക് എന്ത് കിട്ടും, ട്രിപ്ലറ്റ് കിട്ടും. അതായത് തൊട്ടടുത്ത CH2 ഗ്രൂപ്പ് ആയതുകൊണ്ട് ട്രിപ്ലറ്റ് കിട്ടും. അതുകൊണ്ട് എന്താണ് 3 സിഗ്നൽ സ്പ്ലിറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ട്രിപ്ലറ്റ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ CH2 ഗ്രൂപ്പാണ്. അതിനെന്താണ് മൾട്ടിപ്ലറ്റ് ആയിട്ടാണ് അതിൻ്റെ സിഗ്നൽ സ്പ്ലിറ്റ് ആവുക. കാരണം CH3 ഗ്രൂപ്പിൻ്റെ രീതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ്റെ ഒരു പ്രോട്ടോൺ അവിടെ ഉണ്ട്, അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് എന്താണ്, ഈ ഒറ്റയ്ക്കുള്ള ഈ ഹൈഡ്രജൻ അല്ലേ, ആ ഹൈഡ്രജൻ എന്താണ്, അതും ട്രിപ്ലറ്റ് ആയിട്ടാണ് സ്പ്ലിറ്റിംഗ് വരിക. കാരണം എന്താണ്, അതിന് തൊട്ടടുത്ത് എന്താണ് CH2 ഗ്രൂപ്പാണ്, അതുകൊണ്ട് എന്താണ് അതും ട്രിപ്ലറ്റ് ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ്റെ പൊസിഷൻ നോക്കൂ, ഒരുപാട് ഇങ്ങോട്ട് മാറിയിട്ടല്ലേ, അതായത് ഡീഷീൽഡഡ് ആയിട്ടുള്ള പ്രോട്ടോണാണ് അത് വരാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഏതാണ്, ക്ലോറിനാണ് 2ഉം ആ കാർബണിലുള്ളത്. ആ ക്ലോറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിൽ വ്യത്യാസം ഉണ്ടാവും. സോ അവിടെ എത്തുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ
സ്ട്രെങ്ത്തിൽ വ്യത്യാസമുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ റെസണൻസ് വരുന്നത്. സോ അവിടെ ഡീഷീൽഡായിട്ടുള്ള പ്രോട്ടോൺ കുറേ കൂടി കെമിക്കൽ ഷിഫ്റ്റ് കൂടിയ റീജിയനിലേക്കായിരിക്കും നമ്മളുടെ NMR ഡാറ്റയിൽ കാണിക്കുന്നുണ്ടാവുക. അടുത്തൊരു മോളിക്യൂളും കൂടി നോക്കാം. നമ്മുടെ പ്രൊപ്പനാൽഡിഹൈഡ് ആണ് വരുന്നത്. അവിടെ 3 കാർബണുള്ള മോളിക്യൂളാണ്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ്. ഇവിടെ ഈ CH3 ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ അവിടെ ഹൈഡ്രജൻസ് ഉണ്ട്, 3 ഹൈഡ്രജൻസ് ഉണ്ട്. ആ 3 ഹൈഡ്രജനും എന്താണ്, ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ CH2 ഗ്രൂപ്പ് ഉണ്ട്. ആ CH2 ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ അവിടെയും 2 ഹൈഡ്രജൻസ് ഉണ്ട്. ആ 2 ഹൈഡ്രജൻസും ഈക്വലൻ്റ് പ്രോട്ടോൺസ് ആണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഇതാണ് ഈ ഒരു ഹൈഡ്രജൻ അല്ലേ. സോ ഈ ഹൈഡ്രജൻ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള സിംഗിൾ ഹൈഡ്രജൻ ആണ്, അതും ഒരു പീക്ക് തരും. സോ നമുക്കിവിടെ 3 ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ഉണ്ട്. ആ 3 പ്രോട്ടോൺസ് നമ്മളുടെ NMR സിഗ്നൽസ് തരും. സോ ഇതിന് ഇനി നോക്കാനുള്ളത് എന്താണ്, ഇതിൻ്റെ കപ്ലിംഗ് പാറ്റേൺ ആണ്. സോ കപ്ലിംഗ് പാറ്റേൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഈ CH3 ഗ്രൂപ്പ് തൊട്ടടുത്തുള്ള CH2 ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ട്രിപ്ലറ്റ് ആയിട്ടുള്ള സിഗ്നൽ തരും. ഇവിടെ തന്നിട്ടുണ്ട് CH3 ഗ്രൂപ്പിൻ്റെ ട്രിപ്ലറ്റ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ CH2 ഗ്രൂപ്പിൻ്റെ നോക്കുവാണെങ്കിൽ എന്താണ്, CH3 ഗ്രൂപ്പും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. സോ രണ്ടിൻ്റെയും കപ്ലിംഗ് വരും. അപ്പോൾ അതെന്താണ്, മൾട്ടിപ്ലറ്റ് തരും. സോ എന്താണ്, CH2 ഗ്രൂപ്പ് മൾട്ടിപ്ലറ്റ്. ഇനി എന്താണ്, നമ്മുടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ അല്ലേ. സോ സിംഗിൾ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് എന്താണ്, അത് തൊട്ടടുത്ത് ഇവിടെ എന്താ വരുന്നത്, CH2 ഗ്രൂപ്പ് അല്ലേ. സോ ആ CH2 ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് +1 എന്നുള്ള രീതിയിൽ ട്രിപ്ലറ്റ് സിഗ്നൽ തരും. സോ ഈ ഹൈഡ്രജൻ നമ്മളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ ട്രിപ്ലറ്റ് തരും. സോ ഇങ്ങനെയാണ് നമ്മുടെ NMR ഡാറ്റയിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻ, ഈ പൊസിഷൻ നോക്കൂ. ഈ നമ്മളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ വന്നിട്ടുള്ള പൊസിഷൻ ഒരുപാട് ഡീഷീൽഡറായിട്ടുള്ള ഒരു റീജിയനിലേക്കല്ലേ. അതിന് കാരണം നമ്മളുടെ ആൽഡിഹൈഡിലുള്ള ഈ C+O ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. സോ അവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. സോ ആ പ്രോട്ടോൺ റെസനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ടാണ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഒരുപാട് കൂടിയിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ NMRലെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു ഗൈസ്, ബൈ.